സിനിമ തിയേറ്ററുകളിലെത്തി വെറും 2 ദിവസത്തിനുള്ളിൽ അതിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങൾ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുക എന്നത് ഇന്ന് ചരിത്ര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ്. സുഭാഷ് കെ രാജ് സംവിധാനം ചെയ്ത് അർജുൻ സർജ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ബ്ലാസ്റ്റ് എന്ന പുതിയ മാർഷൽ ആർട്സ് ആക്ഷൻ ചിത്രത്തിലെ ഒരു തിയേറ്റർ ദൃശ്യം പ്രമുഖ ഗായിക ചിന്മയി ശ്രീവദ തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പങ്കുവച്ചതാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് വലിയൊരു പൈറസി വിവാദത്തിന് വഴിവെച്ചിരിക്കുന്നത്. നടി പ്രീതി മോഹൻ അഭിനയിച്ച ഒരു ടാക്സിക്കുള്ളിലെ 54 സെക്കൻഡ് ദൈർഘ്യമുള്ള പ്രധാനപ്പെട്ട ഒരു ഫൈറ്റ് സീനാണ് ചിന്മയി തന്റെ എക്സ് പ്ലാറ്റ്ഫോമിൽ വാട്ട് എ വോ എന്ന അടിക്കുറിപ്പോടെ റിപ്പോസ്റ്റ് ചെയ്തത്. ചിത്രത്തിന് മികച്ച തിയേറ്റർ പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പ്രമുഖ കലാകാരിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു തിയേറ്റർ ലീക്കിൽ പ്രചരിപ്പിക്കപ്പെട്ടു എന്നത് കടുത്ത സൈബർ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിരിക്കുന്നത്. ഒരു സിനിമയുടെ വാണിജ്യപരമായ വിജയത്തെയും അതിന്റെ കളക്ഷൻ റെക്കോർഡുകളെയും ഇത്തരം അനധികൃത തിയേറ്റർ റെക്കോർഡിംഗുകൾ എങ്ങനെ ബാധിക്കുന്നു എന്ന് നാം സാങ്കേതികമായി വിലയിരുത്തേണ്ടതുണ്ട്. തിയേറ്ററുകളിൽ ക്യാമറയോ മൊബൈൽ ഫോണോ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുമ്പോൾ അത് പ്രേക്ഷകരെ തിയേറ്ററുകളിൽ നിന്ന് അകറ്റാൻ കാരണമാകുന്നു. ഇതിനു മുമ്പ് ആർ.ജെ. ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന വലിയ ക്യാൻവാസ് ചിത്രത്തിൽ തൃഷയ്ക്ക് വേണ്ടി ശബ്ദം നൽകി ആ ചിത്രം ലോകമെമ്പാടും 300 കോടി രൂപ ഗ്രോസ് കളക്ഷൻ നേടി മുന്നേറുന്നതിനിടയിലാണ് ചിന്മയെ സംബന്ധിച്ച് ഈ പുതിയ വിവാദം ഉടലെടുക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഒരു സിനിമയുടെ റിലീസ് ആഴ്ചകൾ ലഭിക്കേണ്ട ബോക്സ് ഓഫീസ് വരുമാനം ഇത്തരം പൈറസി ഉള്ളടക്കങ്ങൾ കാരണം വലിയ തോതിൽ ചോർന്നു പോകുന്നു. AGS എന്റർടൈൻമെന്റ് പോലെയുള്ള വൻകിട നിർമ്മാണ കമ്പനികൾ കോടികൾ മുടക്കി നിർമ്മിക്കുന്ന ചിത്രങ്ങളുടെ നിർണായകമായ ക്രാഫ്റ്റും ദൃശ്യഭംഗിയുമാണ് മൊബൈൽ ഫോൺ ക്യാമറകളിൽ പകർത്തി ഇത്തരത്തിൽ വിപണിയിൽ നശിക്കപ്പെടുന്നത്. ഈ വിഷയം കേവലം ഒരു തമിഴ് സിനിമയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മലയാളം ഉൾപ്പെടെയുള്ള മുഴുവൻ ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര വ്യവസായത്തെയും ആകെ ബാധിക്കുന്ന ഒന്നാണ്. മികച്ചൊരു ഫൈറ്റ് സീക്വൻസോ അല്ലെങ്കിൽ സിനിമയുടെ സസ്പെൻസ് രംഗങ്ങളോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പരസ്യമാക്കപ്പെടുമ്പോൾ സിനിമയുടെ ആസ്വാദന നിലവാരത്തെ അത് തകിടം മറിക്കുന്നു. ഇതിനെതിരെ തമിഴ്നാട് പോലീസിനെയും നിർമ്മാണ കമ്പനിയെയും ടാഗ് ചെയ്തുകൊണ്ട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് സിനിമാ പ്രേമികൾ തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായി. ഇൻഡസ്ട്രിയുടെ നട്ടലായ തിയേറ്റർ റിലീസുകളെ തകർക്കുന്ന ഇത്തരം പൈറസി പ്രവണതകൾക്കെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ട സിനിമാ മേഖലയിലെ വ്യക്തികൾ തന്നെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് പ്രേക്ഷകർക്കിടയിലും വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത്. ഒരു സിനിമയുടെ വിജയത്തിനായി അണിയറയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് ടെക്നീഷ്യന്മാരുടെയും വിതരണക്കാരുടെയും അധ്വാനത്തെയാണ് ഇത്തരം ചെറിയ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതിലൂടെ ആളുകൾ തള്ളിക്കളയുന്നത്. സിനിമാ വ്യവസായത്തിന്റെ നിലനിൽപ്പ് എന്നത് മികച്ച തിയേറ്റർ അനുഭവത്തിലും അത് നൽകുന്ന വരുമാനത്തിലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. കേവലം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയോ കയ്യടിക്ക് വേണ്ടിയോ തിയേറ്റർ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒരു തലത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ വിവാദം നൽകുന്നത്. ഒരു സിനിമയ്ക്ക് പിന്നിലെ ക്രിയേറ്റീവ് കഠിനാധ്വാനത്തെ ബഹുമാനിക്കാനും സിനിമാറ്റിക് ക്രാഫ്റ്റ് അതിന്റെ പൂർണ്ണതയിൽ തിയേറ്ററുകൾ തന്നെ കണ്ട് ആസ്വദിക്കാനും പ്രേക്ഷകർ തയ്യാറാകേണ്ടതുണ്ട്. ഹൈപ്പുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഡിജിറ്റൽ നിയമങ്ങളെയും പൈറസി വിരുദ്ധ നിയമങ്ങളെയും കുറിച്ചുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഒരു യാഥാർത്ഥ്യ സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം പൈറസിക്കെതിരെയുള്ള ഇത്തരം നിലപാടുകളും ചർച്ചകളും കൃത്യമായി മനസ്സിലാക്കുക എന്നത് സിനിമാ കലയോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ നിലപാടുകളും നിരീക്ഷണങ്ങളും എന്തൊക്കെയാണ്? ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനെയും വ്യവസായത്തെയും പൈറസി എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം കൂടുതൽ ആഴത്തിലുള്ള ചലച്ചിത്ര വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.